ഫങ്ഷണൽ ആപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെൻറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ തേർഡ് പാർട്ടാണ് നമ്മളിവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്നുള്ള ഭാഗമാണ് നമ്മളിവിടെ പറയുന്നത്. നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കസ്റ്റമേഴ്സും ബയേഴ്സും ഉണ്ട്. എല്ലാവരും ഡിഫറെൻറ്റ് ടേസ്റ്റ്, ആറ്റിറ്റ്യൂഡ്, ബിലീഫ്, ലൈക്ക്, ഡിസ്ലൈക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരെ എല്ലാവരെയും ഒക്കെ നമുക്ക് ഒരേപോലത്തെ പ്രോഡക്റ്റ് കൊടുക്കാനായിട്ട് പറ്റില്ല. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്സ്, ജെൻഡർ, ഇൻകം, എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് പേഴ്സൺസാണ് നമ്മുടെ മാർക്കറ്റിലുള്ളത്. അപ്പോൾ അതിന് ഓരോന്നിൻ്റെയും ബേസിൽ കൺസ്യൂമേഴ്സിനെ ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് companies divide the market or group of customers on the basis of location, income, age, education, sex, etc. അപ്പോൾ ഇങ്ങനെ അവരെ എന്താണോ കസ്റ്റമേഴ്സ് ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അവർക്ക് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ഒരു ഏജ് ഗ്രൂപ്പിനെ എടുത്തു, അപ്പോൾ അതൊരു മാർക്കറ്റ്. എഡ്യൂക്കേഷൻ ഗ്രൂപ്പിനെ എടുത്തു, അപ്പോൾ അത് അങ്ങനെ മൊത്തത്തിലുള്ള മാർക്കറ്റിന് ഇതിൻ്റെയൊക്കെ ബേസിൽ ഒന്നിലെ ലൊക്കേഷൻ്റെ ബേസിലാവാം, നോർത്ത് സൗത്ത് അങ്ങനെ ലൊക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻകം, ഹൈ ഇൻകം, മീഡിയം, ലോ ഇൻകം, അങ്ങനെ അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാം. ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് ടോട്ടൽ മാർക്കറ്റ് ബിഫോർ സെഗ്മെൻറ്റേഷനാണ്. ഇവിടെ എല്ലാം കൺസ്യൂമേഴ്സ് ഉണ്ട്, പക്ഷേ ഇതെല്ലാം ഒറ്റ മാർക്കറ്റിലാണ് കാണിച്ചിരിക്കുന്നത്. ഒക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സാണ്. ഇത് ആഫ്റ്റർ സെഗ്മെൻറ്റേഷനാണ്. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഓരോന്നിത്രയും തിരിച്ചു, സെഗ്മെൻറ്റ് 1, സെഗ്മെൻറ്റ് 2, സെഗ്മെൻറ്റ് 3, 4 എന്ന് തിരിച്ചു. അപ്പോൾ ഇത് ചിലപ്പം ഒരേ ഏജ് ഗ്രൂപ്പ് ആയിരിക്കാം, ഇത് ചിലപ്പോൾ ഒരേ ഇൻകം ഗ്രൂപ്പ് ആയിരിക്കാം, ഇത് ഒരു ലൊക്കേഷനിലുള്ള ആൾക്കാരായിരിക്കാം, ഇത് ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇതൊരു ഫീമെയിൽസ് ആയിരിക്കാം, ഇതെല്ലാം. അപ്പോൾ അങ്ങനെ അവരെ തരംതിരിക്കുന്നതാണ് സെഗ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു കാറ്റഗറിക്ക് അനുസരിച്ച് ഒരേ പോലെയുള്ള ലൈക്സും ഡിസ്ലൈക്സും ഉള്ള ഒരേ പോലെയുള്ള ഹോമോജീനിയസ് ആയിട്ടുള്ള ആൾക്കാരെ ഒരു ഗ്രൂപ്പാക്കുക, അങ്ങനെയാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അടുത്തത് മാർക്കറ്റ് സെഗ്മെൻറ്റേഷനിലെ പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ഓവറോൾ സ്ട്രാറ്റജി ഓർ ഒബ്ജക്റ്റീവ് ആണ്. എന്തിനാണ് ഈ മാർക്കറ്റ് സെഗ്മെൻറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ഫസ്റ്റ് ഡിഫൈൻ ചെയ്യണം. സെക്കൻഡ് വൺ, ഡിസൈഡ് ദ ബേസിസ് ഫോർ സെഗ്മെൻറ്റിംഗ് ദ മാർക്കറ്റ്. അപ്പോൾ ഇത് ഏതിൻ്റെ ബേസിലാണ് ഈ സെഗ്മെൻറ്റേഷൻ നടക്കുന്നത്? ഡെമോഗ്രാഫിക് ആണോ, സൈക്കോഗ്രാഫിക് ആണോ, ഏത് ബേസിസിലാണ്? ഇപ്പോൾ ഏജ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെമോഗ്രാഫിക് ആണ്, അതാണ് ഏതിൻ്റെ ബേസിലാണ് സെഗ്മെൻറ്റേഷൻ നടക്കുന്നത് എന്നുള്ളത് പറയുന്നത്. തേർഡ് വൺ, സെലക്ട് സെഗ്മെൻറ്റേഷൻ വേരിയബിൾ ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഏത് വേരിയബിൾ അനുസരിച്ചാണ്, ഏജ് ആണോ, ഓക്യുപ്പേഷൻ ആണോ, സെക്സ് ആണോ, സെക്സ് എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ആണോ, മെയിൽ ആണോ, ഇൻകം ബേസിലാണോ, ഏത് ബേസിലാണ് വേരിയബിൾ എന്ന് തീരുമാനിക്കാം. ഫോർത്ത് വൺ, പ്രൊഫൈൽ ദ സെഗ്മെൻ്റ് ആണ്. അതിനകത്ത് മാർക്കറ്റിംഗ് മാനേജർ അനലൈസ് ചെയ്യാം ഈ സെഗ്മെൻറ്റ് വഴി നമ്മൾ എന്താണ് ഉദ്ദേശിക്കേണ്ടത്. മാർക്കറ്റിംഗ് മാനേജർ ഒബ്റ്റെയിൻ ഡീറ്റെയിൽഡ് ബയർ പ്രൊഫൈൽ ഇൻഫോർമേഷൻ ഫോർ ഈ സെഗ്മെൻ്റ് ആണ്. നമ്മൾ ഒരു സെഗ്മെൻറ്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സെഗ്മെൻറ്റിൽ വരുന്ന ബയേഴ്സിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ പ്രൊഫൈല് തയ്യാറാക്കുക മാനേജേഴ്സ്. അടുത്ത ഫിഫ്ത്ത് വൺ, ഇവാലുവേറ്റ് സെഗ്മെൻറ്റ് അട്രാക്റ്റീവ്നെസ് ആണ്. ഈ സെഗ്മെൻറ്റിലുള്ള ആൾക്കാർ, ഇപ്പോൾ നമ്മൾ ഒരു മാർക്കറ്റ് സെഗ്മെൻറ്റ് തീരുമാനിച്ചു, ഏജ് ഗ്രൂപ്പിനനുസരിച്ചാണ്, കോളേജ് സ്റ്റുഡൻസ് എന്നാണ് നമ്മുടേത്. അപ്പോൾ ആ സെഗ്മെൻറ്റിലുള്ളവർ നമ്മുടെ പ്രോഡക്റ്റിലേക്കുള്ള അവരുടെ അട്രാക്റ്റീവ്നെസ് എന്താണ്, നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിനനുസരിച്ച് എന്താണ് സെഗ്മെൻറ്റിൻ്റെ അട്രാക്റ്റീവ്നെസ് എന്ന് മനസ്സിലാക്കുക. ദെൻ സിക്സ്ത് വൺ, സെലക്ട് സെഗ്മെൻറ്റ്സ് ഓർ ടാർജറ്റ് മാർക്കറ്റാണ്. അപ്പോൾ ടാർജറ്റ് മാർക്കറ്റാണ് നമ്മുടെ സെഗ്മെൻറ്റായിട്ട് തിരിച്ചിട്ട് ആ ഓരോ സെഗ്മെൻറ്റും ഓരോരുത്തരുടെയും ടാർജറ്റ് മാർക്കറ്റാണ്. ഇപ്പം നമ്മൾ കോളേജ് സ്റ്റുഡൻസിൻ്റെ ആ ഏജ് ഗ്രൂപ്പിലുള്ളവർ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ ടാർജറ്റ് മാർക്കറ്റ്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ, പ്രിൻസിപ്പൾസ് ഓഫ് സക്സസ്ഫുൾ സെഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ക്രൈറ്റീരിയ ഫോർ സക്സസ്ഫുൾ സെഗ്മെൻറ്റേഷൻ ആണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു നല്ലൊരു സെഗ്മെൻറ്റിനെ തീരുമാനിക്കാൻ പറ്റുക? ഫസ്റ്റ്, ഹോമോജീനിറ്റി. ഒരു സെഗ്മെൻറ്റിൽ വരുന്ന എല്ലാവരും ഒരേപോലെയുള്ളവരായിരിക്കും. ഹോമോജീനിറ്റി. മെഷറബിലിറ്റി, നമുക്ക് അത് മെഷർ ചെയ്യാനായിട്ട് പറ്റണം. ആ സെഗ്മെൻറ്റിലുള്ളവരുടെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം. ദെൻ സബ്സ്റ്റൈനബിലിറ്റി,
അപ്പോൾ അതിനകത്ത് പ്രോഫിറ്റ് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സെഗ്മെൻറ്റ് ആയിരിക്കണം നമ്മുടെ ഇത്. അപ്പോൾ അതുകൊണ്ട് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് പറ്റണം. ആക്സസിബിലിറ്റിയാണ് അടുത്തത് പറയുന്നത്. കാരണം നമുക്ക് അതിലെ കൺസ്യൂമേഴ്സിനെ ആക്സസ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റണം. പിന്നെ പ്രോഫിറ്റബിലിറ്റി, എപ്പോഴും ഒരു സെഗ്മെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് നടത്തുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടാർഗറ്റ് മാർക്കറ്റ് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അവരിലൂടെ ബിസിനസ് കണ്ടക്ട് ചെയ്ത് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സെഗ്മെൻറ്റ് പ്രോഫിറ്റബിൾ ആണോ, അവർ പർച്ചേസ് ചെയ്യുന്നവരാണോ എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ റെസ്പോൺസീവ്നെസ്, നമ്മുടെ സെഗ്മെൻറ്റിലുള്ള കസ്റ്റമേഴ്സ് എങ്ങനെയാണ്, നമ്മളൊരു പ്രോഡക്റ്റ് ഇറക്കിയാൽ പോസിറ്റീവ്ലി റെസ്പോണ്ട് ചെയ്യുന്നവരാണോ എന്നറിയണം. പിന്നെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ, സെഗ്മെൻറ്റ് ഫ്യൂച്ചറിലേക്ക് ഗ്രോത്ത് അറ്റൈൻ ചെയ്യുന്ന ഒരു സെഗ്മെൻ്റ് ആണോ. ഇപ്പോൾ നമ്മളത് ഇനി എന്താ പറയുക, നമ്മുടെ സെയിൽസ് കുറഞ്ഞാണോ അവർ, എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം. ഇതൊക്കെയാണ് ഒരു സെഗ്മെൻറ്റേഷൻ നടത്തുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ദെൻ നെക്സ്റ്റ് ഈസ് നീഡ് ഫോർ സെഗ്മെൻറ്റേഷൻ. എന്താണ് സെഗ്മെൻറ്റേഷൻ്റെ ആവശ്യകത എന്നാണ് അടുത്ത് പറഞ്ഞു വെക്കുന്നത്. അതിനകത്ത് എപ്പോഴും നമ്മൾ ഇതിനകത്ത് പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ആ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല. പല ആൾക്കാരും പല രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരേപോലെയുള്ള ആൾക്കാർക്കാകുമ്പോൾ ഒരേ ടേസ്റ്റൊക്കെ ഉള്ളവർക്ക് ഒരേ പ്രോഡക്റ്റ് നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഡിഫറെൻറ്റ് പീപ്പിൾ പ്രിഫർ ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്സ് ആണ്. അതുകൊണ്ട് സെഗ്മെൻറ്റേഷൻ ആവശ്യമാണ്. ദെൻ അടുത്തത് പറയുന്നത് ടാർഗറ്റ് ഗ്രൂപ്പിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സിനനുസരിച്ച് പ്രോഡക്റ്റ് പ്ലാൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ദെൻ പ്രൈസിങ് സ്ട്രാറ്റജി ഫോം ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇപ്പം നമ്മുടെ ഒരേ ഇൻകം ഗ്രൂപ്പാണ്, ഒരേ ലെവൽ ഓഫ് ഇൻകം ഉള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് ഒരു പ്രൈസിങ് സ്ട്രാറ്റജി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഡെവലപ്പിംഗ് ഡിഫറെൻറ്റ് പ്രൊമോഷണൽ പ്രോഗ്രാംസ്, കൺസ്യൂമറിലേക്ക് ഇൻഫർമേഷൻ എത്തിക്കാനുള്ള പ്രൊമോഷണൽ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് സെലക്ട് ചെയ്യാനും ഡിസ്ട്രിബ്യൂഷൻ നടത്താനും എളുപ്പമായിരിക്കും. ദെൻ പാക്കേജിങ് നടത്താനും അതിന് എന്താ പറയുക, കൺസ്യൂമറിൻ്റെ ടേസ്റ്റിനനുസരിച്ച് പാക്കേജിങ്ങും അതിൻ്റെ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പിന്നെ ബ്രാൻഡ് അംബാസിഡറെ തീരുമാനിക്കാൻ പറ്റും. കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്, കാരണം നമ്മൾ ടാർഗറ്റ് മാർക്കറ്റ് സെലക്ട് ചെയ്ത് ആ മാർക്കറ്റിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് കോമ്പറ്റീഷനെ ഫേസ് ചെയ്താൽ മതി. ഇതൊക്കെയാണ് ഇതിൻ്റെ നീഡ് ഫോർ സെഗ്മെൻറ്റേഷൻ പറയുന്നത്. അടുത്തത് ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓർ ബെനിഫിറ്റ്സ് ആണ് പറയുന്നത്. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഫേമിനും അഡ്വാൻറ്റേജസ് ഉണ്ട്, അതേപോലെ തന്നെ കൺസ്യൂമറിനും ഉണ്ട്. എന്തൊക്കെയാണ് സെഗ്മെൻറ്റേഷൻ കൊണ്ടൊരു ഫേമിനുള്ള അഡ്വാൻറ്റേജ് നോക്കാം. ഫസ്റ്റ് പറയുന്ന ഇൻക്രീസ് സെയിൽസ് വോളിയമാണ്. ആ ഒരു ടാർഗറ്റ് മാർക്കറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കാൻ പറ്റും. ദെൻ എഫക്റ്റീവ് മാർക്കറ്റിംഗ് പ്ലാൻ നടത്താം. പിന്നെ ഡിസിഷൻസ് എടുക്കാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. കൺസ്യൂമേഴ്സ് നമ്മുടെ ടാർഗറ്റ് കൺസ്യൂമേഴ്സാണ്, അവരുടെ നീഡ്സ് മനസ്സിലാക്കാൻ പറ്റും. കോമ്പറ്റീഷനിൽ നമുക്ക് എന്തൊക്കെയാണ് കോമ്പറ്റീറ്റേഴ്സ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കും. ദെൻ റിസോഴ്സസ് ഏറ്റവും നന്നായി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. മാർക്കറ്റിംഗ് ഗോൾസ്, നമ്മൾ എന്താണോ ഈ സെഗ്മെൻറ്റ് തിരഞ്ഞെടുത്തത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഗോൾസ് നമുക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. മിക്കവാറും മാക്സിമം പ്രോഫിറ്റും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനുമാണ്. അപ്പോൾ അത് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. ദെൻ കൺസ്യൂമേഴ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മാർക്കറ്റിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സ്പെഷ്യലൈസ്ഡ് മാർക്കറ്റിംഗ്, നമ്മൾ ഒരു ടാർഗറ്റ് മാർക്കറ്റ് സെലക്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയാണ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള മാർക്കറ്റിംഗ് മിക്സൊക്കെ ഫിക്സ് ചെയ്ത് നമുക്ക് സ്പെഷ്യലൈസ്ഡ് മാർക്കറ്റിംഗ് നടത്താൻ പറ്റും. പിന്നെ ക്രിയേറ്റ്സ് ഇന്നോവേഷൻ, ഈ മാർക്കറ്റിലുള്ള ടാർഗറ്റ് മാർക്കറ്റിലുള്ള കൺസ്യൂമേഴ്സിന് എന്തൊക്കെയാണോ അവരുടെ താല്പര്യം അതിനനുസരിച്ച് നമ്മുടെ പ്രോഡക്റ്റിൽ മാറ്റമൊക്കെ വരുത്തി മോഡിഫൈ ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തി അതിനനുസരിച്ച് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഹയർ മാർക്കറ്റ് ഷെയർ, നമുക്ക് നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റിലെ എല്ലാ കൺസ്യൂമേഴ്സിനെ കൊണ്ട് നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കാനായിട്ട് പറ്റുവാണെങ്കിൽ നമുക്ക് ആ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് നമ്മുടെ ഹൈ ആയിരിക്കും. ദെൻ അതേപോലെ തന്നെ അഡ്വാൻറ്റേജസ് ടു കൺസ്യൂമർ പറയുമ്പോൾ എപ്പോഴും മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ കൺസ്യൂമർ ഓറിയൻറ്റഡ് ആണ്. നമ്മുടെ ഒരു ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് ആരാണ്, ആ കൺസ്യൂമറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സെഗ്മെൻറ്റ് ചെയ്യുന്നത്, അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സിനെ ബേസ് ചെയ്തുകൊണ്ട്. ദെൻ ക്വാളിറ്റി പ്രൊഡക്ട്സ് റീസണബിൾ പ്രൈസിന് അവൈലബിൾ ആക്കാൻ പറ്റും. കാരണം കോമ്പറ്റീഷൻ ഉണ്ട്, അപ്പോൾ റീസണബിൾ പ്രൈസിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ കൺസ്യൂമേഴ്സിന് റീസണബിൾ പ്രൈസിന് പ്രൊഡക്റ്റ് കിട്ടും. പിന്നെ ഇതല്ലാതെ കൺസ്യൂമറിനുള്ള മറ്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്
അവരെപ്പോഴും കൺസ്യൂമറിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഡിസ്കൗണ്ടിൽ പ്രൊഡക്റ്റ് കിട്ടും, ഫ്രീ ആയിട്ട് ചിലപ്പോൾ ഒന്ന് വാങ്ങുമ്പോൾ ഒന്ന് ഫ്രീ എന്നുള്ള രീതിയിലൊക്കെ പ്രൊഡക്റ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ ബെനിഫിറ്റ്സ് ആണ്. ഇനി പാറ്റേൺസ് ഓഫ് സെഗ്മെൻറ്റേഷൻ ആണ് പറയുന്നത്. ഏതൊക്കെ രീതിയിലുള്ള മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ആണുള്ളത് നോക്കാം. ഫസ്റ്റ് അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് ആണ്. അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇതാണ് അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ്. ഇപ്പോൾ ഇതിനകത്ത് എല്ലാം ഒരേപോലെയാണ്. ഇപ്പോൾ ഇതിനകത്ത് ഹോൾ മാർക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രോഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എവിടെയാണെങ്കിലും, ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും വിദേശത്താണെങ്കിലും കേരളത്തിൽ അങ്ങനെ എവിടെയാണെങ്കിലും നമ്മൾ ഒരു പ്രോഡക്റ്റ് മാത്രമാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്തിട്ടില്ല, തരംതിരിച്ചിട്ടില്ല. ഒരു പ്രൊഡക്റ്റാണ് നമുക്കുള്ളത്. ആ പ്രൊഡക്റ്റ് നമ്മൾ എല്ലായിടത്തും ഒരുപോലെ തന്നെ സെയിൽ നടത്തുന്നു. അതാണ് അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നത് ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ബി ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, അതിനകത്ത് മാർക്കറ്റ് സെഗ്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഓരോന്നിനും ഓരോ സ്ട്രാറ്റജീസും ഓരോ മാർക്കറ്റിംഗ് മിക്സാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത അനുസരിച്ചുള്ള പ്രൊഡക്റ്റ്, ഇവർക്ക് അതിനനുസരിച്ചുള്ള, ഇവർക്ക് അതിനനുസരിച്ച്, ഇവർക്ക് അങ്ങനെ ഓരോ സെഗ്മെൻറ്റിന് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്യുക. അടുത്ത കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ് ആണ്. കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിങ്ങിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റിനെ സെലക്ട് ചെയ്യും. ഇപ്പോൾ ഈ റെഡിൽ കൊടുത്തത് ഇതാണ് പർട്ടിക്കുലർ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മൊത്തം എഫേർട്സും ഈ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള മാർക്കറ്റ് സെഗ്മെൻറ്റിലേക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനെയാണ് കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയും. അടുത്തത് കസ്റ്റമൈസ്ഡ് ഓർ പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ ഓരോ കൺസ്യൂമേഴ്സിനെയും ഓരോ സെഗ്മെൻ്റ് ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനകത്ത് കുറേ കോളംസ്, ഇതൊന്ന് അങ്ങനെ ഓരോ കസ്റ്റമറായിട്ട്, അത് ഓരോ കസ്റ്റമറും ഓരോ സെഗ്മെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ് കസ്റ്റമൈസ്ഡ് ഓർ പേഴ്സണൽ മാർക്കറ്റിംഗ്. അപ്പോൾ അവർക്ക് അത്രയും പ്രത്യേകത കൊടുത്തുകൊണ്ടാണ് അവിടെ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ദെൻ അടുത്തതെന്ന് പറയുന്നത് ബേസിസ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ മെത്തേഡ്സ് ആണ് പറയുന്നത്. മെത്തേഡ്സ് ഓഫ് സെഗ്മെൻറ്റേഷൻ, അത് എങ്ങനെയൊക്കെയാണ് മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ ആണ്. ഡെമോഗ്രാഫിക് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച കാര്യങ്ങളാണ് ഡെമോഗ്രാഫിക്കിൽ വരിക. അപ്പോൾ അതിനകത്ത് ഏജ്, ഇപ്പോൾ ചിൽഡ്രൻസ് ഒരു 10 ഇയർ വരെയുള്ള ചിൽഡ്രൻസിന് ഒരേപോലത്തെ പ്രോഡക്ട്സ്, പിന്നെ ഒരു 15 ഏജ് ടീനേജേഴ്സിന് വേറെ ഒരു രീതിയിലുള്ള പ്രോഡക്റ്റ്, ഓൾഡ് ഏജുകാർക്ക് അങ്ങനെ ഏജ് ഗ്രൂപ്പിനനുസരിച്ച് മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നതിനാണ് ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷനിലെ ഫസ്റ്റ് വൺ ഏജ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ ബേസിലാണ് മാർക്കറ്റ് സെഗ്മെൻറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ മെത്തേഡ്സ്. അല്ലെങ്കിൽ ഡെമോഗ്രാഫിക് എന്ന് പറയുമ്പോൾ ഏജിനനുസരിച്ച് സെഗ്മെൻറ്റ് ചെയ്യാം. രണ്ടാമത് സെക്സിനനുസരിച്ച്, മെയില് ഫീമെയിൽ, കാരണം ഫീമെയിൽ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് അല്ല മെയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് മെയിൽ, ഇപ്പം നമ്മൾ ചിലപ്പോൾ ലേഡീസ് ഷോപ്പിൽ നിന്ന് കാണാം, അല്ലെങ്കിൽ ജെൻസ് വെയർന്ന് കാണാം. അതൊക്കെ അവരെ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടാണ്, സെക്സിനെ ബേസ് ചെയ്തുകൊണ്ടാണത്. ദെൻ ഫാമിലി ലൈഫ് സൈക്കിളാണ് പറയുന്നത്. ഫാമിലി ലൈഫ് സൈക്കിളിൽ നമുക്ക് എന്താ പറയുക, ചെറിയ ചൈൽഡ് ഉണ്ട്, ബേബി പ്രോഡക്ട്സൊക്കെ ജോൺസൺ ബേബി പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ജനിക്കുന്ന ഉടനെയുള്ള കുഞ്ഞു കുട്ടികൾക്ക്, പിന്നെ സ്കൂളിൽ പോകാനാകുമ്പോൾ, പിന്നെ കോളേജിൽ പോകാൻ, അങ്ങനെ ഓരോരോ ലെവലിൽ, പിന്നെ എന്താ പറയുക ഏജ്ഡ് ആകുമ്പോൾ, അങ്ങനെ ഓരോ ലെവലിൽ ഓരോരോ പ്രോഡക്റ്റുകൾക്കാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ അങ്ങനെ ഉള്ള ഇതാണ് ഫാമിലി ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് അൺമാരീഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ പ്രിഫർ ചെയ്യുന്നതായിരിക്കില്ല മാരീഡ് ആയിട്ടുള്ള ഒരാൾ പ്രിഫർ ചെയ്യുന്നത്, അതിനൊക്കെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അതിനനുസരിച്ച് മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നു. അടുത്തത് ഇൻകം. ഒരു മാസം 20,000 രൂപ വരുമാനമുള്ള ആളുടെ പർച്ചേസിങ്ങും ഒരു മാസം ഒരു 2 ലക്ഷം രൂപ വരുമാനമുള്ള ആളുടെ പർച്ചേസിങ് തമ്മിൽ ഡിഫറൻ്റ് ഉണ്ട്. അപ്പോൾ ഇൻകത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഗ്രൂപ്പിന് സെഗ്മെൻറ്റ്, സാധാരണ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകളാണെങ്കിൽ നമുക്ക് ലോ ഇൻകം ഗ്രൂപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ടാർഗറ്റ് മാർക്കറ്റ് സെലക്ട് ചെയ്യാം. അതേസമയം നമ്മുടെ ഇപ്പോൾ വലിയ കാറുകളാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഹൈ ഇൻകം ഗ്രൂപ്പിനെ വേണം ബേസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇൻകം ലെവലിനനുസരിച്ച് മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓക്യുപ്പേഷൻ, ഇപ്പോൾ ഒരു ടീച്ചർ ഉപയോഗിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിനൊക്കെ ആണെങ്കിൽ ഓൺലൈനിന് വേണ്ടിയുള്ള ഇലക്ട്രോണിക് മെറ്റീരിയൽസും പിന്നെ വൈറ്റ് ബോർഡും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുക. അതേസമയം ഒരു ഡോക്ടർ ഉപയോഗിക്കുന്ന ഐറ്റംസ് വേറെ, വക്കീൽ ഉപയോഗിക്കുന്ന ഐറ്റംസ് വേറെ, അങ്ങനെ ഓരോ എന്താ പറയുക ഓക്യുപ്പേഷൻ അനുസരിച്ച്. ഇനി ഒരു കൃഷിക്കാരന് ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് വേറെ,
ഇതിനൊക്കെ എന്താ പറയുക ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അതിന് ബേസ് ചെയ്തുകൊണ്ട് മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നതാണ് ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത്. അടുത്ത ഫാമിലി സൈസിനനുസരിച്ച്. ഫാമിലി സൈസ് ഇപ്പോൾ ഒരു 10 പേരുള്ള ഒരു വീട്ടിൽ വാങ്ങുന്ന പ്രോഡക്റ്റ് അരി വാങ്ങിക്കുവാണെങ്കിൽ പിന്നെ പാല്, പിന്നെ പച്ചക്കറി, അതേപോലെ തന്നെ നോൺ വെജ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുമ്പോഴുള്ള അളവും 2 പേര് മാത്രമുള്ള വീട്ടിൽ വാങ്ങിക്കുന്നതിൻ്റെ അളവും വ്യത്യാസമുണ്ട്. അപ്പോൾ ഫാമിലി സൈസിനനുസരിച്ച് മാർക്കറ്റിൻ്റെ സെഗ്മെൻറ്റേഷൻ. ദെൻ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഓരോ ലെവൽ ഓഫ് എഡ്യൂക്കേഷനിലും ഓരോരുത്തർ പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റ്. ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ ആകുമ്പോൾ ടെക്സ്റ്റ് പോലെ തന്നെ നോട്ടിനും ഇമ്പോർട്ടൻസ് കൊടുക്കും. കോളേജ് ലെവലിലേക്ക് വരുമ്പോൾ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ നോട്ടില്ല, നോട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞ് പഠനം കഴിഞ്ഞ് കഴിയുമ്പം ഉള്ള ഇത്. അപ്പോൾ അങ്ങനെ ഓരോ ലെവലിലും ഓരോരോ പ്രോഡക്റ്റുകളാണ് ആവശ്യം. അപ്പോൾ അത് എഡ്യൂക്കേഷൻ ബേസ് ചെയ്തുകൊണ്ട് ഓരോ രീതിയിലും മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡെമോഗ്രാഫിക്കിൽ പറയുന്നത്. അടുത്ത ജിയോഗ്രാഫിക് സെഗ്മെൻറ്റേഷനാണ്. ജിയോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമിശാസ്ത്രത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്കറ്റിനെ തരംതിരിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഏരിയനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഫസ്റ്റ് നമ്മൾ തരംതിരിക്കുന്നത്. അപ്പോൾ ജിയോഗ്രഫിക്കൽ ഏരിയ, ഇപ്പോൾ നമ്മൾ ഇന്ത്യ, പിന്നെ അങ്ങനെ ഓരോ ചൈന, പാകിസ്ഥാൻ, അങ്ങനെ രാജ്യങ്ങളായിട്ട് തിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ആണെങ്കിൽ നമ്മൾ കേരളം, തമിഴ്നാട്, പിന്നെ അങ്ങനെ നമ്മൾ സ്റ്റേറ്റ്സ് വൈസ് തിരിക്കാം. അല്ലെങ്കിൽ സ്റ്റേറ്റിലാണെങ്കിൽ വയനാട്, കാലിക്കറ്റ്, കണ്ണൂർ, അങ്ങനെ നമുക്ക് തിരിക്കാം. അപ്പോൾ അങ്ങനെ ഏരിയനെ ബേസ് ചെയ്തുകൊണ്ട് തരംതിരിച്ചുകൊണ്ട് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ നടത്താം. ക്ലൈമറ്റിൻ്റെ ബേസിൽ ഹോട്ടായിട്ടുള്ള റീജിയൻ, കോൾഡ് ആയിട്ടുള്ള റീജിയൻ, ഹ്യൂമിഡ്, റെയിനി റീജിയൻ, അങ്ങനെ തരംതിരിക്കാം. പോപ്പുലേഷൻ ഡെൻസിറ്റി, ആൾക്കാർ ഹൈ ആയിട്ടുള്ള ഏരിയയും ലോ ആയിട്ടുള്ള ഏരിയയും ഡെൻസിറ്റിക്ക് അനുസരിച്ച്, പോപ്പുലേഷൻ അനുസരിച്ച് തിരിക്കാം. ഇത് മൂന്നുമാണ് ജിയോഗ്രഫിക് സെഗ്മെൻറ്റേഷൻ. അടുത്തത് ബിഹേവിയറൽ സെഗ്മെൻറ്റേഷനാണ്. ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താ പറയുക, കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയറിനനുസരിച്ച് മാർക്കറ്റിനെ തരംതിരിക്കുന്നതാണ് ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ആറ്റിറ്റ്യൂഡാണ്. കസ്റ്റമേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ്, ചിലർക്ക് എല്ലാ കാര്യത്തിനും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്, ചിലർക്ക് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ അങ്ങനെ അതിനനുസരിച്ച് കസ്റ്റമറെ തരംതിരിക്കുക. പിന്നെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് സെഗ്മെൻറ്റേഷനാണ്. പ്രൊഡക്റ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ അത് കൺസ്യൂമറിനെ എത്രമാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു സവിശേഷത ആ പ്രോഡക്റ്റിനുണ്ട് എന്ന ബേസിലാണ് നമ്മളിവിടെ മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എന്താ പറയുക, നല്ല ഇൻകം ഗ്രൂപ്പിനാണ്, പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് അവരെ സാറ്റിസ്ഫൈ ചെയ്യുക. ദെൻ അതേപോലെ കോളേജ് സ്റ്റുഡൻസിൻ്റെ മെച്യൂരിറ്റി പ്രോഡക്റ്റ്സ് ആണ് അവരെ സാറ്റിസ്ഫൈ ചെയ്യുക. ചിലത് സ്റ്റാറ്റസ് പ്രോഡക്റ്റ് ആയിരിക്കും, ചിലത് ആങ്സൈറ്റി പ്രോഡക്റ്റ്സ് ആയിരിക്കും, മെഡിസിൻസ് ഒക്കെ. ദെൻ ഫങ്ഷണൽ പ്രോഡക്ട്സ്. അപ്പോൾ അങ്ങനെ ഓരോ എന്താ പറയുക പ്രോഡക്റ്റിനനുസരിച്ചാണ് അത് യൂസ് ചെയ്യുന്ന ആൾക്കാരെ അനുസരിച്ച് മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യും. ദെൻ ഒക്കേഷൻ സെഗ്മെൻറ്റേഷനാണ് അടുത്തത്. ചില ഒക്കേഷൻസിന് വേണ്ടി മാത്രമല്ല, ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽസ് വെഡ്ഡിങ് സെൻറ്റർ എന്നൊക്കെയാണ് പറയുക. കാരണം അതിനെ അവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന വെഡ്ഡിങ് ആവശ്യങ്ങൾക്ക് വേണ്ടി, ഒക്കേഷന് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ആ ഒരു ഒക്കേഷൻ ബേസ് ചെയ്തുകൊണ്ട് മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നതാണ് ഒക്കേഷൻ സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ബെനിഫിറ്റ് സെഗ്മെൻറ്റേഷനാണ്. ഒരു പ്രോഡക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ സെഗ്മെൻറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടെ ടൂത്ത് പേസ്റ്റ് പറയുമ്പോൾ നമ്മൾ പറയും എന്താ പറയുക, നമ്മുടെ ടീത്ത് ക്ലീൻ ചെയ്യുന്നു, അതേപോലെ തന്നെ ഫ്രഷ്നെസ് നൽകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണോ അത് കൺസ്യൂമർ ആഗ്രഹിക്കുന്ന ബെനിഫിറ്റ്സിനനുസരിച്ചുകൊണ്ട് കൺസ്യൂമറിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നതാണ് ബെനിഫിറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അടുത്തത് വോളിയം സെഗ്മെൻറ്റേഷനാണ്. കൺസ്യൂമർ പ്രൊഡക്റ്റ് ചെയ്യുന്നതിൻ്റെ വോളിയത്തിനനുസരിച്ച് സെഗ്മെൻറ്റേഷൻ നടക്കുന്നതാണ് വോളിയം സെഗ്മെൻറ്റേഷൻ എന്ന് പറയാം. വോളിയം സെഗ്മെൻറ്റേഷൻ. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ അവരെന്ത് ചെയ്യും, ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ക്വാണ്ടിറ്റിയുടെ ബേസിൽ നമ്മൾ സെഗ്മെൻറ്റ് ചെയ്യുന്നതാണ് വോളിയം സെഗ്മെൻറ്റേഷൻ. അടുത്തത് ലോയൽറ്റി സെഗ്മെൻറ്റേഷനാണ്. ലോയൽറ്റി സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആ പ്രൊഡക്റ്റിനോട് കൺസ്യൂമർ എത്രമാത്രം ലോയലാണ്, അവർ വീണ്ടും അത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അതോ അവർക്ക് അത് വാങ്ങാൻ താല്പര്യമില്ല. അപ്പോൾ ആ ലോയൽറ്റി ഹാർഡ് കോർ ലോയൽ, സോഫ്റ്റ് കോർ ലോയൽസ്, ഷിഫ്റ്റിംഗ് ലോയൽ, സ്വിച്ചേഴ്സ്, കൺസ്യൂമർ ഇന്നോവേറ്റേഴ്സ്, ഇങ്ങനെയാണ്.
അതിനോട് വളരെ അറ്റാച്ച്മെൻ്റ് ഉള്ളവരുണ്ട്, ചിലപ്പോൾ അത് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ട്, ചിലപ്പോൾ അത് മാറ്റി അടുത്ത ബ്രാൻഡ് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ട്. അപ്പോൾ എത്രമാത്രം കൺസ്യൂമേഴ്സിന് ലോയൽറ്റി ഉണ്ടോ എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ലോയൽറ്റി സെഗ്മെൻറ്റേഷൻ. അടുത്ത സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷനാണ് ഫോർത്ത് ക്ലാസിഫിക്കേഷൻ പറയുന്നത്. സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൺസ്യൂമറിൻ്റെ സൈക്കോളജിക്ക് അനുസരിച്ചാണ് ഇവിടെ സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ നടത്തുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുക, ഒരാളുടെ ലൈഫ് സ്റ്റൈല്, പേഴ്സണാലിറ്റി, സോഷ്യൽ ക്ലാസ് ഇതിൻ്റെ ബേസിലാണ്. ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പം അവരുടെ ലിവിങ് സ്റ്റൈലാണ് ലൈഫ് സ്റ്റൈലിൽ പറയുക. അപ്പോൾ അവർ എത്രമാത്രം സ്പെൻഡ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു, അതേപോലെ തന്നെ എന്തൊക്കെ പ്രോഡക്റ്റാണ് അവർ വാങ്ങാനായിട്ട് താല്പര്യപ്പെടുന്നത്, അതിനനുസരിച്ചാണ് അവിടെ മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ വില്ലേജ് ഏരിയയിലുള്ളവരുടെയും ഏർബൻ ഏരിയയിലുള്ളവരുടെയും പർച്ചേസിങ് സ്റ്റൈലൊക്കെ വേറെ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ലൈഫ് സ്റ്റൈലിനനുസരിച്ച് അർബൻ ഏരിയയിലുള്ളവരുടെ ലൈഫ് സ്റ്റൈലല്ല വില്ലേജ് ഏരിയയിൽ അല്ലെങ്കിൽ റൂറൽ ഏരിയയിലുള്ളവരുടെ. അപ്പോൾ അതിനനുസരിച്ച് മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നതാണ് ലൈഫ് സ്റ്റൈൽ. അടുത്ത പേഴ്സണാലിറ്റി, ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിനനുസരിച്ചാണ് ചിലർ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പോൾ നല്ല ക്യാഷൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് എന്താ പറയുക, സിമ്പിളായിട്ട് നടക്കാനാണ് താല്പര്യമെങ്കിൽ അവർ ലോ കോസ്റ്റ് ഐറ്റംസാണ് പർച്ചേസ് ചെയ്യുക. പക്ഷേ ചിലർ അത്ര ക്യാഷൊന്നും ഇല്ലെങ്കിലും കുറച്ച് സ്റ്റൈലിഷായിട്ട് നടക്കണം എന്നാണ് താല്പര്യമെങ്കിൽ അവർ കൂടുതലായിട്ട് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ പേഴ്സണാലിറ്റി, അവരുടെ പർച്ചേസിങ് സ്റ്റൈലിനനുസരിച്ച് മാർക്കറ്റ് സെഗ്മെൻറ്റ് ചെയ്യും. ദെൻ സോഷ്യൽ ക്ലാസ് ആണ്. സോഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത് അവരുടെ ഇൻകം, ഓക്യുപ്പേഷൻ, എഡ്യൂക്കേഷൻ, ഇതൊക്കെയാണ് സോഷ്യൽ ക്ലാസ് തീരുമാനിക്കുന്നത്. ലോവർ ക്ലാസ്, മിഡിൽ ക്ലാസ്, അപ്പർ ക്ലാസ്. അപ്പോൾ അതിനനുസരിച്ച് മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ ബേസിസ് ആയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ മെത്തേഡ്സ് ആയിട്ട് പറയുന്നത്. അടുത്ത ടാർഗറ്റ് മാർക്കറ്റിംഗ് ആണ്. ടാർഗറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഏത് കസ്റ്റമറെയാണ്, ഇപ്പം നമ്മൾ ഒരുപാട് രീതിയിലുള്ള കസ്റ്റമർ ഗ്രൂപ്പിനെ കണ്ടു, അതിൽ ഏത് ഗ്രൂപ്പിനെയാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതാണ് നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അവരെ സെലക്ട് ചെയ്തിട്ട് അവർക്കനുസരിച്ചുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അവരിലേക്ക് എത്തിക്കുന്നതാണ് ടാർഗറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ടാർഗറ്റ് മാർക്കറ്റിന് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ്, ആ കസ്റ്റമർക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അവരിലേക്ക് എത്തിക്കും. ഗ്രൂപ്പ് ഓഫ് കസ്റ്റമർ ടു ഹോം ദ എൻറ്റയർ മാർക്കറ്റ് എഫേർട്സ് ആർ ഡയറക്റ്റഡ്. അതാണ് ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഗുഡ്സ് അവരിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സാണ്. ഇത് മാർക്കറ്റാണ് കേട്ടോ. ടാർഗറ്റ് മാർക്കറ്റ് ആർക്ക് വേണ്ടി ഉദ്ദേശിച്ചാണോ നമ്മൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് ടാർഗറ്റ് മാർക്കറ്റും, അത് അവരെ സെലക്ട് ചെയ്ത് അവർക്ക് വേണ്ടി പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അവരിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സിന് ടാർഗറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയും. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളൊരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ സെലക്ട് ചെയ്തു, അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് നോക്കിയാൽ മതി, അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ടാർഗറ്റ് മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ സ്റ്റെപ്സ് പറയുന്നത്, ഫസ്റ്റ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ നടക്കണം, എന്നാലാണ് ടാർഗറ്റ് ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ സെഗ്മെൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യണം, അവർക്ക് അതിനനുസരിച്ചുള്ള മാർക്കറ്റിംഗ് മിക്സ്, അതായത് പ്രൈസ്, പ്രോഡക്റ്റ്, പ്ലേസ്, പ്രൊമോഷനുള്ള മാർക്കറ്റിംഗ് മിക്സ് തയ്യാറാക്കണം. പിന്നെ പ്രൊഡക്റ്റ് പൊസിഷനിങ് നടത്തണം, ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൺസ്യൂമറിൽ എത്തിക്കണം. ദെൻ അടുത്തത് എക്സാമിനൊക്കെ ചോദിക്കാനുള്ളതാണ് സെഗ്മെൻറ്റേഷനും ടാർഗറ്റ് മാർക്കറ്റൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പ്രൊഡക്റ്റ് പൊസിഷനിങ്. പ്രൊഡക്റ്റ് പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റ് അതിനെക്കുറിച്ചുള്ള അതിൻ്റെ ഒരു ഇമേജ് കൺസ്യൂമറിൻ്റെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് പ്രൊഡക്റ്റ് പൊസിഷനിങ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് അതിൻ്റെ ഒരു ഇമേജ് കൺസ്യൂമറിൻ്റെ മൈൻഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, അതിനാണ് പ്രൊഡക്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ ആക്ട് ഓഫ് ക്രിയേറ്റിംഗ് ആൻ ഇമേജ് അബൌട്ട് എ പ്രോഡക്റ്റ് ഇൻ ദ പ്രോഡക്റ്റ് ഇൻ ബ്രാൻഡ് ഇൻ കൺസ്യൂമേഴ്സ് മൈൻഡാണ്. പ്രോഡക്റ്റ് ഓർ ബ്രാൻഡാണ്, പ്രോഡക്റ്റ് ഓർ ബ്രാൻഡ് ഇൻ കൺസ്യൂമേഴ്സ് മൈൻഡാണ് നമ്മൾ പ്രോഡക്റ്റ് പൊസിഷനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു പ്രൊഡ്യൂസ്, ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു മ്യൂസിക് കേൾക്കുമ്പോഴേക്കും ആ പ്രോഡക്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരും. 2 minutes മാജിക് എന്ന് പറയുമ്പോഴേക്കും മാഗി നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രോഡക്റ്റ് നമ്മുടെ മനസ്സിലേക്ക് പതിഞ്ഞിട്ടുണ്ട്, ആ ഒരു ഇമേജ്, അതിനെയാണ് പ്രോഡക്റ്റ് പൊസിഷനിങ് എന്ന് പറയും.
പ്രൊഡക്റ്റ് പൊസിഷനിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാണ് അടുത്ത് പറയുന്നത്. ഫസ്റ്റ്, ഐഡൻറ്റിഫൈങ് പൊട്ടൻഷ്യൽ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. നമ്മുടെ പ്രോഡക്റ്റിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. ദെൻ ഐഡൻറ്റിഫൈങ് കോമ്പറ്റേറ്റേഴ്സ് പൊസിഷൻ. ഇനി നമ്മുടെ പ്രൊഡക്റ്റ് പോലെ തന്നെ കോമ്പറ്റേറ്റിംഗ് പ്രൊഡക്റ്റ്സ് ഉണ്ടാവും, അതിന് കൺസ്യൂമറിൻ്റെ മനസ്സിൽ എന്തൊക്കെ സ്ഥാനമാണുള്ളതെന്ന് മനസ്സിലാക്കുക. ദെൻ ചൂസിങ് ദ റൈറ്റ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. അപ്പോൾ അതിൽ നിന്ന് കമ്പാരിറ്റീവ്ലി നമ്മുടെ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കോമ്പറ്റീറ്റേഴ്സിനേക്കാളും ബെസ്റ്റായിട്ട് നമ്മുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഫോർത്ത് വൺ, ആ അഡ്വാൻറ്റേജ് കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ദെൻ ഫിഫ്ത്ത് വൺ ഈസ് മോണിറ്ററിങ് ദ പൊസിഷനിങ് സ്ട്രാറ്റജി. അപ്പോൾ മറ്റുള്ളവരെക്കാളും ഇന്ന ഒരു അഡ്വാൻറ്റേജ് നമ്മുടെ പ്രോഡക്റ്റിനുണ്ടെന്ന് മനസ്സിലാക്കി അത് കൺസ്യൂമറിൻ്റെ മനസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് എലമെൻറ്റ്സ് ഓഫ് പൊസിഷനിങ് ആണ് പറയുന്നത്. എലമെൻറ്റ്സ് ഓഫ് പൊസിഷനിങ്ങിൽ പ്രോഡക്റ്റ് വേണം, കമ്പനി വേണം, കോമ്പറ്റീറ്റർ വേണം, കൺസ്യൂമർ വേണം. ഇത് നാലുമാണ് എലമെൻറ്റ്സ്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്റ്റ് പൊസിഷനിങ് ആണ്. അതിനകത്ത് ഫസ്റ്റ് പൊസിഷനിങ് ബൈ കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി ആണ്. നമ്മുടെ കമ്പനിയുടെ പേരിനെ വെച്ചിട്ട് പ്രോഡക്റ്റ് കൺസ്യൂമറിൻ്റെ മനസ്സിലേക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അതാണ് ടാറ്റ, സോണി, ഗോദ്രേജ്. അപ്പോൾ കമ്പനി നെയിമിൽ കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റിയിൽ പ്രോഡക്റ്റ് പൊസിഷനിങ് നടത്തുക. ദെൻ പൊസിഷനിങ് ബൈ ബ്രാൻഡ് എൻഡോഴ്സ്മെൻ്റ് ആണ്. നമ്മുടെ പ്രോഡക്റ്റ് ബ്രാൻഡ് ലക്സ്, ടൈറ്റാൻ, ഡെറ്റോൾ അങ്ങനെ ഒരു ബ്രാൻഡ് നെയിമിൽ പ്രോഡക്റ്റ് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കൺസ്യൂമറുടെ മനസ്സിലേക്ക് പൊസിഷൻ ചെയ്യാം. ദെൻ ബൈ ആട്രിബ്യൂട്ട് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ദ പ്രോഡക്റ്റ് ആണ്. നമ്മുടെ ആ പ്രോഡക്റ്റിൻ്റെ നിന്ന് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സിലൂടെ, ഇപ്പോൾ കോൾഗേറ്റ് ആണെങ്കിൽ മൗത്ത് ഫ്രഷ്നെസ് ആണ്, ബ്രീത്ത് ഫ്രഷ് ആണ് എന്നുള്ള ആ ഒരു ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ്സിലൂടെ ആ പ്രോഡക്റ്റിനെ കൺസ്യൂമറിൻ്റെ മനസ്സിലേക്ക് പൊസിഷൻ ചെയ്യാം. ദെൻ യൂസ് ഒക്കേഷൻ ആൻഡ് ടൈം ആണ്. ഇപ്പോൾ വിക്സ് വേപ്പർ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്, ആ ഒരു പൊസിഷൻ, ആ ഒരു ഒക്കേഷൻ വഴി നമ്മുടെ പ്രോഡക്റ്റ് പൊസിഷൻ ചെയ്യും. ദെൻ അടുത്തത് പൊസിഷനിങ് ബൈ പ്രൈസ് ആൻഡ് ക്വാളിറ്റിയാണ്. ഇനി നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് കൺസ്യൂമറിന് അവബോധം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ പ്രൈസ് പറഞ്ഞുകൊണ്ട് അത് അവരെ മനസ്സിൽ പൊസിഷൻ ചെയ്യും. ദെൻ അടുത്തത് പൊസിഷനിങ് ബൈ പ്രോഡക്റ്റ് കാറ്റഗറിയാണ് പറയുന്നത്. കാറ്റഗറി, നമ്മുടെ പ്രോഡക്റ്റിനെ നമ്മൾ തരംതിരിക്കുക, കാറ്റഗറീസ് ചെയ്തുകൊണ്ട് അതിനെന്ത് ചെയ്യുക, കൺസ്യൂമറിൻ്റെ മനസ്സിലേക്ക് എത്തിക്കുക. ഇപ്പോൾ നമ്മുടെ ഇന്നതിന് വേണ്ടിയിട്ടുള്ള ദാഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ്, അല്ലെങ്കിൽ എന്താ പറയുക ഫ്രഷ്നെസ്സിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ഒരു ഒക്കേഷനിൽ കൊടുക്കാനുള്ള പ്രോഡക്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള പാർട്ടി വെയർ അങ്ങനെയൊക്കെ ഒരു കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് അതിനെ പൊസിഷൻ ചെയ്യും. അപ്പോൾ നമ്മൾ പാർട്ടി വെയർ എന്ന് പറയുമ്പോൾ ഇന്നത് വേണം എന്നൊരു മനസ്സിൽ നമുക്ക് തോന്നും അങ്ങനെ. ദെൻ പൊസിഷനിങ് ബൈ പ്രോഡക്റ്റ് യൂസേഴ്സ് ആണ്. ഇത് ആരും ഉപയോഗിക്കുന്നതിനനുസരിച്ച് ആർക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ നമ്മൾ ബേബി പ്രോഡക്ട്സ് അത് കുട്ടികൾക്കുള്ളതാണ് എന്നവരുടെ മനസ്സിലേക്ക് പതിപ്പിക്കുന്നു. അങ്ങനെ ആ ഒരു പ്രോഡക്റ്റിനെ പൊസിഷൻ ചെയ്യാം. അല്ലെങ്കിൽ എന്താ പറയുക ഓൾഡ് പീപ്പിൾസിനുള്ളതാണ്, ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ളതാണ്, ആ ഒരു പ്രോഡക്റ്റ് അങ്ങനെ പൊസിഷൻ ചെയ്യും. ദെൻ പൊസിഷനിങ് ബൈ കോമ്പറ്റീറ്റേഴ്സ്. നമ്മൾ പറയുകയാണ് ഞങ്ങൾ എന്താ പറയുക ഫസ്റ്റ് നിൽക്കുന്ന ഇന്ന ആളുടെ പ്രോഡക്റ്റിനേക്കാളും തൊട്ടടുത്ത് നിൽക്കുന്ന പ്രോഡക്റ്റ് ഞങ്ങളുടേതാണ് എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രോഡക്റ്റ് കൺസ്യൂമറുടെ മനസ്സിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. പിന്നെ പൊസിഷനിങ് ബൈ സിമ്പിൾസ് ആണ്. ചില സിമ്പിൾസ് കൊടുത്തുകൊണ്ട് പ്രോഡക്റ്റിനെ പൊസിഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ അടുത്ത് പറയുന്നത് പ്രൊഡക്റ്റ് പൊസിഷനിങ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ നമ്മുടെ ഡിഫറൻസ് ആണ്. പ്രൊഡക്റ്റ് പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിനെ കൺസ്യൂമറിൻ്റെ മൈൻഡിലേക്ക് സെറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ആ ഇമേജ്. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും കൺസ്യൂമറിൻ്റെ വ്യത്യാസങ്ങൾക്ക് അനുസരിച്ച് ഒരേപോലെയുള്ള കൺസ്യൂമേഴ്സിനെ ഒരു ഗ്രൂപ്പായിട്ട് അങ്ങനെ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. അടുത്തത് റീപൊസിഷനിങ് ആണ് പറയുന്നത്. റീപൊസിഷനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് വീണ്ടും ആ പ്രോഡക്റ്റ് കൺസ്യൂമറിൻ്റെ മനസ്സിലേക്ക് തന്നെ പൊസിഷൻ ചെയ്യുന്നതിനെയാണ് റീപൊസിഷനിങ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിൽ കുറച്ച് മാറ്റമൊക്കെ വരുത്തി. ഇപ്പോൾ നമ്മൾ ഈ കാറുകളൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സ്വിഫ്റ്റ് പഴയ മോഡൽ മാറി ഇച്ചിരി കൂടി മാറ്റമൊക്കെ വരുത്തി പുതിയ മോഡൽ, ആദ്യത്തെ ഓൾട്ടോ കാർ മാറി ഇച്ചിരി മാറ്റമൊക്കെ വരുത്തി പുതിയ ഓൾട്ടോ കാർ. അപ്പോൾ അങ്ങനെ മാറ്റം വരുത്തി പ്രോഡക്റ്റ് ഇറക്കുന്ന സമയത്ത് അത് കൺസ്യൂമർ മൈൻഡിലേക്ക് പൊസിഷൻ ചെയ്യുന്നതാണ് റീപൊസിഷനിങ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ.